ഹലോ കൂട്ടുകാരെ, നമ്മുടെ കേരളം ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക പേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഭീതിയിലിരിക്കുന്ന ഒരു വാർത്തയാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച്. അതായത് മുല്ലപ്പെരിയാർ ഡാം ഏത് നിമിഷവും പൊട്ടാം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അതിനെന്തെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. സത്യമാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു ഭയം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലേക്കൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ജില്ലകളൊക്കെ തുടച്ച് നീക്കിക്കൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. കാരണം നമ്മളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുക, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഭീതികൾ പലർക്കും ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ആ ഒരു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവിടെ താമസിക്കുന്ന ആൾക്കാർ, അങ്ങനെ എറണാകുളം ജില്ലയിലുള്ള എറണാകുളമൊക്കെ എന്താ പറയുക പൊടി പോലും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. അതായത് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം ജില്ലകൾ ഇല്ലാതാവും എന്നുള്ള രീതിയിലുള്ള പല വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അധികൃതർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് നിർമ്മിച്ചവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഏകദേശം എത്ര വർഷത്തോളം അത് നിലനിൽക്കും, അതിനുശേഷം ഇത് പുതുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ കാലാവധിയും കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു, ഒരുപാട് പഴകി കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സർക്കാർ ഇടപെട്ട് ഇതിന് വേണ്ട എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം എന്താ പറയുക ദുഃഖിച്ചിട്ടോ അല്ലെ ഒന്നും കാര്യമില്ല. അപ്പോൾ അത് ആ ഒരു അപകടം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനൊരു പ്രതിവിധി കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം എല്ലാവർക്കും പേടിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇപ്പോൾ വയനാട്ടിലെ ഒരു ദുരന്തം നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ്. അതിന് പുറമെ ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു ജലബോംബ് ഏത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള പല ന്യൂസുകളും വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും, ശരിക്കും അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ. അപ്പോൾ ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ, അത് സർക്കാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട അധികൃതരാണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താ പറയുക, ഒരു അപകടം ഉണ്ടായതിന് ശേഷം കുറേ സഹായിച്ചിട്ടോ ഒന്നും ഇപ്പോൾ വയനാട്ടിലെ ആ ഒരു ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ അതൊരു പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഉരുൾപൊട്ടി അങ്ങനെ ഉണ്ടായി, ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നമ്മുടെ കൺമുന്നിൽ ഒരു ഉദാഹരണം ഉണ്ട്. പക്ഷേ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് നമുക്കറിയാം ഏത് നിമിഷവും എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കൂ എന്നുള്ളൊരു അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മുൻകരുതലായിട്ട് ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം അതിനെടുക്കാൻ പറ്റുന്ന സർക്കാരിൽ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ട് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം കുറേ ആൾക്കാർക്ക് ഈ ഒരു എന്താ പറയുക ഈ മുല്ലപ്പെരിയാർ ഡാം തകരുവാണെന്നുണ്ടെങ്കിൽ ഇല്ലാതാവുന്ന കുറേയധികം ജില്ലകളുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഭയം ഉണ്ടാകും. കാരണം എപ്പോഴായിരിക്കും ഇത് സംഭവിക്കുക, സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങാൻ തന്നെ പേടിയുള്ള ആൾക്കാരുണ്ട്. പലരും കമൻറ്റിലൂടെയൊക്കെ പറയുന്നുണ്ട് കിടന്നുറങ്ങാൻ തന്നെ പേടിയാണ്. അപ്പോൾ ഈ ഒരു ദുരന്തം, അതായത് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുറേയധികം ജില്ലയിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാ പേടിക്കുന്നത്, ഒന്നും സംഭവിക്കില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ അങ്ങനെയും പറയുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, മരിക്കുന്നതെന്ന് ഓർത്ത് പേടിക്കുന്നത് എന്തിനാ, എപ്പോഴാണെങ്കിലും മരിക്കണം, അതിന് ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്നു. ഇപ്പോൾ ഓക്കെ, നമ്മൾ എപ്പോഴായാലും മരിക്കും, പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു പാമ്പോ എന്തെങ്കിലും ഒന്ന് കയറിയെന്ന് വയ്ക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യുക, അതിന് നമ്മൾ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപകടം പറ്റും എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഒന്നല്ലെങ്കിൽ നമ്മൾ അതിനെ പുറത്ത് ഓടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓടി പുറത്തിറങ്ങും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. കാരണം ആ ഒരു അപകടം തടയാനായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള വേണ്ടപ്പെട്ട ആൾക്കാർ, സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം കൊണ്ടുവന്നേ പറ്റുള്ളൂ. കാരണം ഒരുപാട് ജനങ്ങൾ, ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളാണ് ഈ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇല്ലാതാകാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അതിൽ നമ്മളുമൊക്കെ പെടും. നമ്മളൊക്കെ എന്താ പറയുക, ഒരുപാട് സ്വപ്നങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും അന്നുള്ള ജീവിതം നല്ല രീതിയിൽ പോകണം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ മക്കളെ വളർത്തുക, അല്ലെങ്കിൽ അവരുടെ നല്ല രീതിയിലൊക്കെ ആക്കുക എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭീഷണി, അതായത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഭീഷണി കേൾക്കുന്നു, അത് ഏത് നിമിഷവും പൊട്ടാം, അതിൻ്റെ കാലാവധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതൊരു ജലബോംബാണ്, അത് പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം മാത്രമല്ല വരുന്നത്, അത് ചിന്തിക്കണം. അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെളികളുണ്ടാവും,
അതുപോലെ തന്നെ ആ ഒരു ഡാമിൻ്റെ അവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാവും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എത്രയോ മിനിറ്റുകൾ കൊണ്ട് തന്നെ എന്താ പറയുക ജില്ലകളെല്ലാം എന്താ പറയുക ഒഴുകി മൊത്തം ഇല്ലാതാകും എന്നാണ് പറയുന്നത്. അപ്പോൾ കേട്ടിട്ട് പേടിയാകുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി ഈ ഒരു വിഷയത്തിൽ, അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ആലുവയിൽ ഈ വരുന്ന ഞായറാഴ്ച ഈ ഒരു വിഷയത്തിനെ കുറിച്ച് കുറേയധികം ആൾക്കാർ ഒരു സംഘടനയിൽ നടത്തുന്നുണ്ട്. അതായത് ഒരു യോഗം പോലെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പറ്റാവുന്ന ആൾക്കാർ അവിടെയുള്ള ഇപ്പോൾ ആലുവയിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്തെത്തുക. അതായത് 11-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ എന്തായാലും ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുകൂടി ഒരുമിച്ച് നിന്ന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. എന്നാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എല്ലാവരും മാറി മാറി ഇരുന്ന് അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും തീരുമാനം എടുക്കുക, ആരെങ്കിലും എടുക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ ഒരു വിഷയത്തിൽ, അതായത് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും കേരളം മൊത്തം ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ, ഇപ്പം നമുക്കറിയാം വയനാട്ടിൽ ആ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് വയനാടിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ഈ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിലും എല്ലാവരും കേരളത്തിലുള്ള ജനങ്ങളെ മൊത്തത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. കാരണം ഒരുപാട് ജനങ്ങളിൽ ഉൾപ്പെടെ കുഞ്ഞുങ്ങളൊന്നും പറയാത്ത പൊടി കുഞ്ഞുങ്ങൾ വരെ ഈ ഒരു ദുരന്തം ഉണ്ടായ ഇല്ലാതാകുന്ന കാഴ്ച അത് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു വിഷയത്തിൽ അവനവന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതൊക്കെ ചെയ്യുക. എല്ലാവരും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, അങ്ങനെ ഒരു അപകടം ഉണ്ടാവല്ലേ. അതിലുപരി ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ ഒക്കും. കാരണം അതൊക്കെയോ സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തട്ടെ. ഇപ്പോൾ പല രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി, അതായത് സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് അതിന് വേണ്ട നടപടികൾ എന്താണോ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതായത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക.